നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതകത്തിൽ പ്രതി ജോർജ് കുര്യന് ജീവപര്യന്തം. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ കുടുംബം പഴയ തറവാടൊക്കെയാണ്. സ്വത്തുവകകൾ ഒരുപാടുള്ള വലിയ കുടുംബം. കുടുംബത്തിൽപ്പെട്ട മിക്കവരും പ്ലാന്റർമാരാണ്. വലിയ തോട്ടഭൂമികൾ അവർ കൈയാളുന്നു. കരിമ്പനാൽ KV കുര്യനും റോസിനും രണ്ടാൺമക്കൾ. ഈ ദമ്പതികളുടെ മൂത്ത മകൻ ജോർജ് കുര്യൻ അനിയൻ രഞ്ജുവിനെ വെടിവെച്ച് കൊല്ലുന്നു, ഒപ്പം അമ്മാവനെയും. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ കുടുംബത്തിൻ്റെ തറവാട്ട് വീട്ടിലാണ് ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മാത്രമല്ല, കേരളം നടുങ്ങിയ ഒരു കൊലപാതകം. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിനപ്പുറം ഒരു വലിയ കുടുംബത്തിൽ നടന്ന ഈ കൊലപാതകം വലിയ ഞെട്ടലുണ്ടാക്കി. ജോർജ് കുര്യൻ എന്ന 52 വയസ്സുകാരൻ തൻ്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ എന്ന 50 വയസ്സുകാരനെയാണ് കൊലപ്പെടുത്തിയത്. ഒപ്പം മാതൃ സഹോദരൻ മാത്യൂസ് കറിയ എന്ന പൊട്ടക്കളം പൂച്ചക്കള്ളിലെ രാജു. മാത്യൂസ് കറിയയുടെ പ്രായം 74 വയസ്സ്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ജോർജ് കുര്യൻ അനിയനെ വെടിവെക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ അവരുടെ മാതാപിതാക്കൾ. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് അവരുടെ പൂർവിക സ്വത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പൊട്ടക്കുളം മാത്യൂസ് കറിയ വലിയ കുടുംബക്കാരനാണ്. പൊട്ടക്കുളക്കാർ കളത്തിലിറങ്ങി. പ്രതി ജോർജ് കുര്യനെ ഇനി പുറം ലോകം കാണിക്കില്ല എന്നവർ തീരുമാനിച്ചു. കുടുംബത്തിൽ തന്നെ വലിയ വാഗ്വാദങ്ങൾക്കും വാശിക്കും ഈ കൊലപാതകം കാരണമായി. പിന്നീട് അതിശക്തരായ അഭിഭാഷകർ കോടതി മുറിയിൽ ഏറ്റുമുട്ടി. ഒടുവിൽ വിധി പറയാനായി കോടതി ചേർന്നത് ഇക്കഴിഞ്ഞ ദിവസം. തിങ്ങി നിറഞ്ഞിരുന്നു കോടതി. കുടുംബക്കാരും സുഹൃത്തുക്കളുമടക്കം കോടതി മുറിക്കുള്ളിൽ എല്ലാവരും തിക്കിത്തിരക്കി നിൽക്കുന്നു. തികഞ്ഞ നിശബ്ദത. കേസ് വിളിച്ചതോടെ പ്രതി ജോർജ് കുര്യനെ കോടതി ഹാളിൽ ഏറ്റവും പിന്നിൽ നിന്നും മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ കുറ്റക്കാരനാണ്, ശിക്ഷയെക്കുറിച്ച് അറിവുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യം. ഞാൻ നിരപരാധിയാണ്, കുറ്റം ചെയ്തിട്ടില്ല. പ്രായമായ അമ്മയെ നോക്കണം, തൻ്റെ ഭാര്യയെയും മക്കളെയും നോക്കണം. പരമാവധി ശിക്ഷ ഒഴിവാക്കി ദയവുണ്ടാകണമെന്ന് ജോർജ് കുര്യൻ കോടതിയോട് അപേക്ഷിച്ചു. പിന്നീട് കോടതി പ്രോസിക്യൂഷന് ശിക്ഷയിന്മേലുള്ള വാദത്തിന് അനുമതി നൽകി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ കോടതി നടപടികളുടെ തുടക്കം. കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജി ജെ നാസർ മുമ്പാകെയാണ് വാദം നടന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേട്ടുകേൾവിയില്ലാത്തതും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കൃത്യമായ ആസൂത്രണത്തോടെ പ്രതി കൊലപാതകം നടത്തി. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കൊല്ലപ്പെട്ട രഞ്ജുവിൻ്റെ ഭാര്യയ്ക്കും വിദ്യാർത്ഥികളായ മക്കൾക്കും പരമാവധി നഷ്ടപരിഹാരം പ്രതിയിൽ നിന്ന് ഈടാക്കണം. വധശിക്ഷ നൽകുന്നില്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം ഉറപ്പാക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയോട് അപേക്ഷിച്ചു. പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ല. സ്വത്ത് തർക്കത്തിൽ 3 പേർ വരെ കൊല്ലപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട്. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. വെറും ജീവപര്യന്തം ശിക്ഷയ്ക്കുള്ള കുറ്റം മാത്രമാണ് പ്രതിയിൽ നിന്ന് സംഭവിച്ചത്. ശിക്ഷ പരമാവധി കുറച്ചു തരണമെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രതിക്ക് സംഭവത്തിൽ പശ്ചാത്താപമുണ്ട്. മാനസാന്തരത്തിനുള്ള അവസരം നൽകണം. കരിക്കുന്നില്ല കൊലക്കേസടക്കം പരാമർശിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ. വാദം കേട്ട കോടതി ശിക്ഷ വിധിക്കുന്നതിനായി കേസ് ശനിയാഴ്ചയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് പ്രതിയെ വിലങ്ങണിയിച്ച് കോട്ടയം സബ് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രതാപത്തോടെ ജീവിച്ച ജോർജ് കുര്യൻ തൻ്റെ വിധി എന്താണ് എന്ന് നോക്കിയിരുന്ന മണിക്കൂറുകൾ. 2 ആൺമക്കളാണ് ജോർജ് കുര്യനുള്ളത്. എന്നാൽ കൊല്ലപ്പെട്ട സഹോദരന് 4 മക്കൾ, 3 പെൺകുട്ടികൾ. അവരൊക്കെ വിദ്യാർത്ഥികളാണ്. ഒരു ആൺകുട്ടി. ഇഷ്ടം പോലെ പണമുണ്ട്. എന്നിട്ടും ദുർവിധി ആ കുടുംബത്തെ വേട്ടയാടി. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ മക്കൾ പോരടിച്ചു എന്ന് മാത്രമല്ല, അതിലൊരാളെ ഒരുത്തൻ വെടിവെച്ച് കൊല്ലുന്നു. 2023 ഏപ്രിൽ 24-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. 2022 മാർച്ച് 7-നായിരുന്നു ഈ ക്രൂര കൊലപാതകം നടന്നത്. ജോർജ് കുര്യനെ അറിയാവുന്നവരൊക്കെ പറയും അയാൾ ഒരു പാവമായിരുന്നു, എന്തു പറ്റി അവന്. തടസ്സം പിടിക്കാൻ വന്ന മാത്യൂസ് കറിയ അനുജൻ്റെ ഭാഗം ചേർന്നു എന്ന ആരോപണമാണ് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നത്. മാത്യൂസ് കറിയെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ വലിയ കുടുംബങ്ങളിൽ മിക്കവാറും സഹോദരങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേട് പതിവുള്ളതാണ്. അതിനുള്ള മുഖ്യ കാരണം അനുജന്മാർക്കായിരിക്കും മിക്കവാറും തറവാട്ട് വീട് ലഭിക്കുക. അനുജന് ലഭിക്കുന്ന തറവാട്ട് വീട് മാത്രമല്ല സംഘർഷത്തിന് കാരണം. പിന്നീട് മാതാപിതാക്കളെ നോക്കുന്ന ഉത്തരവാദിത്വം അനിയന്മാർക്കാണ്. അങ്ങനെ സഹോദരങ്ങളിൽ ഇളയവൻ മാതാപിതാക്കളെ പാട്ടിലാക്കും. പഴയ കുടുംബക്കാരായ കാരണവന്മാർക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടാകും എന്ന് മാത്രമല്ല, അവർക്ക് അവരുടേതായ ചില സ്വകാര്യ നിക്ഷേപവും ഒക്കെ ഉണ്ടാകും.
ഇതൊക്കെ മിക്കവാറും അനുജന്മാർ തന്നെ അങ്ങ് അടിച്ചെടുക്കും. വിവാഹിതരാകുന്നതോടെ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുന്ന മൂത്ത സഹോദരന് എപ്പോഴും പരീക്ഷണങ്ങൾ മാത്രമാകും ജീവിതത്തിൽ. ജോർജ് കുര്യൻ നേരത്തെ കൊച്ചിയിലേക്ക് താമസം മാറ്റി. ഒട്ടനവധി ബിസിനസ്സുകൾ പയറ്റി നോക്കി, എല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ ഒരു ഫ്ളാറ്റ് നിർമ്മാണം ഏറ്റെടുത്തു. കോവിഡ് കാലത്തായിരുന്നു അത്തരമൊരു സാഹസത്തിന് ജോർജ് കുര്യൻ ഇറങ്ങിയത്. ഫ്ളാറ്റ് നിർമ്മാണവും പൂട്ടിക്കെട്ടിയപ്പോൾ ജോർജ് കുര്യൻ വലിയ കടക്കാരനായി. കടക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ നേരെ തറവാട്ട് വീട്ടിലെത്തി അപ്പനോട് കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് നേരെ നിൽക്കണമെങ്കിൽ ഇത്തിരി പണം വേണം. തറവാട്ട് സ്വത്തിൽ നിന്ന് ഒരു 2 ഏക്കർ സ്ഥലമെങ്കിലും അത്യാവശ്യമായി തനിക്ക് നൽകണം. അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമെടുത്ത് തൻ്റെ കഷ്ടപ്പാടുകൾ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് അപ്പനോട് പറഞ്ഞു. അപ്പൻ സമ്മതിച്ചു. എന്നാൽ തുടക്കം മുതൽ രഞ്ജു ഇതിന് തടസ്സം നിന്നു. അപ്പൻ്റെ സഹോദരന്മാരൊക്കെ ഈ വിഷയത്തിൽ ഏർപ്പെട്ടു. തറവാട്ട് വീടിന് തൊട്ടടുത്തുള്ള 2.5 ഏക്കർ സ്ഥലം കൊടുക്കാമെന്നാണ് അപ്പനേറ്റത്. എന്നാൽ ഇങ്ങനെ ജോർജ് കുര്യൻ അവിടെ സ്ഥലം കൊടുത്താൽ അതൊക്കെ വീട് വയ്ക്കാനായി പലർക്കായി വീതം വെച്ച് വിൽക്കുമെന്നും അവിടെ കോളനി വരുമെന്നും അനിയൻ അപ്പനോട് പറഞ്ഞു. പേരപ്പന്മാർ ഇടപെട്ടു. ജോർജ് കുര്യനെ കടബാധ്യതകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കുടുംബത്തിനുണ്ട് എന്നവർ വാദിച്ചു. ഒടുവിൽ ആ വാദത്തിനൊടുവിൽ തറവാട്ടിനോട് ചേർന്ന് 2.5 ഏക്കർ കൊടുക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്തു. പിന്നീട് അതിർത്തി സംബന്ധിച്ച് തർക്കമായി. തറവാട്ട് വീടിനോട് ചേർന്നുള്ള 1/2 ഏക്കർ ഭാഗത്ത് തൊട്ടുപോകരുത് എന്ന് രഞ്ജു. ഇത് സംബന്ധിച്ച തർക്കം മൂത്തു. പൊട്ടംകുളം അമ്മാവനാകട്ടെ അനിയൻ്റെ ഭാഗത്താണ് പക്ഷം ചേർന്നത്. എറണാകുളത്ത് നിന്ന് വരുന്ന മൂത്ത സഹോദരനാകെ ആവലാതി. തറവാട്ട് വീട്ടിൽ ചില ഗുണ്ടകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. തുടർന്നാണ് ഒരു സുരക്ഷയ്ക്കായി തോക്ക് കയ്യിൽ കരുതിയത്. ജോർജ് കുര്യൻ ഇതിനു മുൻപ് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ഒരു സൂചനയുമില്ല. മറ്റുള്ളവരുമായി സംഘർഷത്തിലൊന്നും ഇടപെടാറുമില്ല. അനിയനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊന്നുമില്ല. മുമ്പ് അനിയനു വേണ്ടി തറവാട്ടു സ്വത്തിൽ നിന്ന് 3 ഏക്കർ സ്ഥലം അപ്പൻ വിട്ടുകൊടുത്തുവെന്നും അത് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് പല പരിപാടികൾ അനിയൻ ചെയ്തു എന്ന പരാതിയും ജ്യേഷ്ഠനുണ്ട്. രഞ്ജുവിൻ്റെ മക്കൾ പഠിച്ചിരുന്നത് ഊട്ടിയിലാണ്. അതുകൊണ്ട് ഊട്ടിയിലൊരു വീട് വാങ്ങി അങ്ങോട്ടേക്ക് രഞ്ജു താമസം മാറ്റിയിരുന്നു. പ്രായമായ മാതാപിതാക്കളെ കാണാൻ ഇടയ്ക്കിടെ കാഞ്ഞിരപ്പള്ളിയിലെത്തും. എരുമേലിയിലും പച്ചക്കാനത്തുമൊക്കെ അവർക്ക് വലിയ തോട്ടങ്ങളുണ്ട്. എരുമേലിയിൽ 40 ഏക്കർ, പച്ചക്കാനത്ത് 80 ഏക്കറിലധികം. മറ്റു ചില സ്ഥലങ്ങളിലും തോട്ടമുണ്ട്. 2-3 റിസോർട്ടുകളും ഈ കുടുംബത്തിനുണ്ട്. ഇത്രയൊക്കെ സ്വത്തുവകകളുണ്ടായിട്ടും 2 ഏക്കറിൻ്റെ പേരിൽ അതും ഒരു സാമ്പത്തിക തർക്കത്തിൽ തോക്കെടുത്ത് അനിയനെ വെടിവെക്കേണ്ടി വരുന്ന സാഹചര്യം. രഞ്ജുവും മാത്യൂസ് കറിയയും ചേർന്ന് തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും അപ്പോഴാണ് റിവോൾവർ എടുത്ത് ഇരുവരെയും വെടിവെച്ചത് എന്നും ജോർജ് കുര്യൻ മൊഴി നൽകിയിരുന്നു. രഞ്ജുവിൻ്റെ നെഞ്ചിലാണ് വെടിയേറ്റത്, മാത്യൂസ് കറിയയുടെ തലയിലും. കൊച്ചിയിൽ താമസിക്കുകയായിരുന്ന ജോർജ് കുര്യൻ വസ്തുവിനെ സംബന്ധിച്ചുള്ള തർക്കം തീർക്കാനാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ താമസിച്ച് തറവാട്ട് വീട്ടിലേക്ക് വന്നത്. അതാകട്ടെ ഈ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു. 2.5 ഏക്കർ സ്ഥലം പിതാവ് ജോർജ് കുര്യൻ എഴുതി നൽകിയിരുന്നു. ആ സ്ഥലത്ത് വീടുകൾ വെച്ച് വിൽക്കാനായിരുന്നു ജോർജ് കുര്യൻ്റെ പദ്ധതി. ഇതാണ് സഹോദരങ്ങൾക്കിടയിൽ തർക്കമായതും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതും. പ്രായമായ മാതാപിതാക്കൾ KV കുര്യനും റോസും തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്നു. അതിനിടയിലാണ് വലിയ സംഘർഷം മക്കൾക്കിടയിൽ ഉണ്ടാകുന്നതും വെടിയൊച്ച കേൾക്കുന്നതും. അവർ മുറി തുറന്ന് പുറത്തിറങ്ങി. നടുങ്ങിപ്പോയി. പെട്ടെന്ന് ഭയപ്പെട്ട് മുറിയിലേക്ക് തന്നെ തിരികെ ഓടി. തൊട്ടു മുമ്പിലെ ദിവസവും വീട്ടിൽ ഇത് സംബന്ധിച്ച സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കം തീർക്കാനാണ് കാഞ്ഞിരപ്പള്ളിയിൽ മുറിയെടുത്ത് ജോർജ് കുര്യൻ താമസിച്ചത്. ലൈസൻസുള്ള റിവോൾവർ തന്നെയായിരുന്നു ജോർജ് കുര്യൻ്റെ കയ്യിലുണ്ടായിരുന്നത്. വീട്ടുവളപ്പിലുണ്ടായിരുന്ന ജോലിക്കാർ വെടിശബ്ദം കേട്ടു. തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ജോർജ് കുര്യൻ രക്തം പുരണ്ട വസ്ത്രവുമായി ഒരു കസേരയിലിരിക്കുന്നു. വെടിവെപ്പിന് മുൻപ് ഇരുവരും തമ്മിൽ മൽപ്പിടുത്തം നടത്തിയിരുന്നു എന്ന് ആദ്യമേ തന്നെ പോലീസിന് മനസ്സിലായി. കേസിൽ പ്രോസിക്യൂഷൻ 26 സാക്ഷികളെ വിസ്തരിക്കുകയും 278 പ്രമാണങ്ങളും 75 തൊണ്ടികളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതി വെടിവെക്കാൻ ഉപയോഗിച്ച ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വെബ്ലൈ ആൻഡ് സ്കോട്ട് കമ്പനിയുടെ 32 നമ്പർ റിവോൾവറും കാർട്രിഡ്ജ് അടക്കം 78ഓളം മെറ്റീരിയൽ ഒബ്ജക്ട്സും അവർ കോടതിയിൽ ഹാജരാക്കി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി എന്ന മറ്റൊരു കേസും ഇപ്പോൾ പ്രതിക്കെതിരെ നിലവിൽ ഉണ്ട്. കരിമ്പനാൽ എസ്റ്റേറ്റിലെ റൈറ്റർ വിൽസൺ, വീട്ടുജോലിക്കാരി സുജ, വീട്ടിലെ ഡ്രൈവർ മഹേഷ് എന്നിവർ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകി. ഇവർക്ക് മേൽ കടുത്ത സമ്മർദ്ദം പ്രതിഭാഗം ചെലുത്തിയിരുന്നു. പണമൊക്കെ ഓഫർ ചെയ്തു. എന്നിട്ടും വിശ്വസ്തരായ ജോലിക്കാർ രഞ്ജുവിനെ ചതിച്ചില്ല. റിവോൾവർ ഉപയോഗിക്കുന്നതിനുള്ള പ്രതിയുടെ പ്രാവീണ്യം സംബന്ധിച്ച് ഇടുക്കി റൈഫിൾ ക്ലബ് സെക്രട്ടറി പ്രൊഫസർ VC ജെയിംസും കോടതിയിൽ
നല്ല മൊഴിയാണ് നൽകിയത്. പ്രതി ഇടുക്കി റൈഫിൾ ക്ലബ്ബിലെ ആജീവനാന്ത മെമ്പറും റൈഫിൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി തവണ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളുമാണ്. പ്രതിയുടെ ഫോണിൽ കൃത്യദിവസത്തെ വാട്സാപ്പ് ചാറ്റുകളിൽ നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നു. പ്രദേശത്തെ പേരുകേട്ട കുടുംബക്കാരാണ് കരിമ്പനാൽ. പാരമ്പര്യമായി വലിയ തറവാടികൾ. ജോർജിൻ്റെയും രഞ്ജുവിൻ്റെയും പിതാവായിരുന്നു കുടുംബത്തിൻ്റെ കാരണവർ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്താലാണ് ഇത്രയധികം സ്വത്തുക്കൾ ആർജിക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞത്. സമ്പത്തും പ്രതാപവും കൊണ്ട് പേരുകേട്ട ആ തറവാട്ടിൽ മക്കൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഇതിൽ പരം എന്തു ദുഃഖമായിരുന്നു ആ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടിയിരുന്നത്. ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പിതാവ് മരിച്ചു. പച്ചക്കാനത്ത് മൂന്നാറിലും ഊട്ടിയിലുമൊക്കെ കുടുംബത്തിന് സ്വത്തും റിസോർട്ടുകളുമൊക്കെയുണ്ട്. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. വലിയ തറവാട്ടുകാരാണ്. ഇതൊക്കെ ഒരലങ്കാരത്തിന് കൊള്ളാം. അതിലപ്പുറം മനുഷ്യ മനസ്സുകളുടെ ചേർച്ച തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം ദുരന്തങ്ങളിലാണ്. സ്വന്തം സഹോദരനെ നിർദാക്ഷിണ്യം വെടിവെച്ച ഒരു ക്രൂരനായി ഇനി കാലം ഇയാളെ വാഴ്ത്തും. ജോർജ് കുര്യൻ്റെ നന്മയും സുഹൃത്തുക്കളോടുള്ള ഇടപെടലുമൊക്കെ സുഹൃത്തുക്കൾ ഓർമ്മിക്കാറുണ്ട്. എങ്കിലും അനിയൻ രഞ്ജുവിനെ കൊന്ന ആ കൊടിയ പാതകം അത് അയാളുടെ തലയിൽ നിന്ന് ഒരു കാലത്തും ഒഴിയില്ല. മലയോര മേഖലയെ ഞെട്ടിച്ച ഒരു ക്രൂര വെടിവയ്പ്. സാമ്പത്തിക ബാധ്യത തന്നെയാണ് മൂത്ത സഹോദരൻ്റെ സമനില തെറ്റിച്ചത് എന്നത് വാസ്തവമാകാം. എങ്കിലും എല്ലാം കൈവിട്ടുപോയി ആ കുടുംബത്തിന്. എത്ര സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം? എത്ര തറവാട്ട് മഹിമ കൊട്ടിഘോഷിച്ചിട്ട് എന്ത് കാര്യം? കാഞ്ഞിരപ്പള്ളിയിലെ വലിയ വലിയ കുടുംബങ്ങളിൽ ഇത്തരം സ്വത്ത് തർക്കങ്ങൾ പതിവാണ്. പൊട്ടക്കുളം വലിയ ഫാമിലിയാണ്. പൊട്ടക്കുളം ഫാമിലിയിൽപ്പെട്ട അമ്മാവനും വെടിയേറ്റ് മരിക്കേണ്ട ഗതികേടുണ്ടാകുന്നു. അമ്മാവനെക്കുറിച്ചും മറ്റ് ചില വിവാദങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലായിരുന്നു ആ വിവാദങ്ങൾ. അനിയനെ ജ്യേഷ്ഠൻ വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ പിതാവായ KV കുര്യന് 84 വയസ്സ്, റോസ് കുര്യന് 75 വയസ്സ്. ആ വന്ധ്യ മാതാപിതാക്കൾക്ക് താങ്ങാനാവാത്ത ദുഃഖം. പരമ്പരാഗത പ്ലാന്റർ കുടുംബം. ഇഷ്ടം പോലെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്ത പാരമ്പര്യം. ചെറുപ്പം മുതൽ സമൃദ്ധിയിൽ തന്നെയാണ് ആ മക്കൾ വളർന്നത്. എന്നിട്ടും കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഒരു സ്വത്തിൻ്റെ പേരിൽ പരസ്പരം വെടിവെച്ച് കൊല്ലുക. സഹോദരൻ്റെ വെടിയേറ്റ് മരിച്ച കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയം കരിമ്പനാൽ രഞ്ജു കുര്യൻ്റെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചപ്പോൾ ആ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെത്തിയ കുടുംബക്കാരുടെ കണ്ണുനീർ. കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ ജോർജ് കുര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും പോലീസ് സംഘത്തിന് കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ താൻ വെടിവെച്ച കുറ്റകൃത്യം ഉൾപ്പെടെ എല്ലാം പ്രതി സമ്മതിച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി ആവർത്തിച്ച് പോലീസിനോട് പറഞ്ഞു. അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിയുതിർന്നതല്ല ഇത് തുടക്കത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി. താൻ ഭയം കൊണ്ടാണ് തോക്കുമായി സഹോദരനും അമ്മാവനും അടുക്കലേക്ക് ചെന്നത് എന്ന് ജോർജ് കുര്യൻ പറയുന്നു. സഹോദരൻ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് താൻ ഭയപ്പെട്ടിരുന്നു. സ്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഈ വഴക്ക്. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ അങ്ങനെ പ്രതി ജോർജ് കുര്യൻ ജീവപര്യന്തം ശിക്ഷയ്ക്കായി ജയിലിലേക്ക് മാറുന്നു. മേൽക്കോടതികളിൽ അപ്പീലുകളും തുടർവാദങ്ങളും ഉണ്ടാകാം. എങ്കിലും ഈ വിധി അതയാൾ അർഹിക്കുന്നത് തന്നെ. എന്നാൽ കുടുംബത്തിൻ്റെ ദുഃഖം അത് വിധിയെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ആശ്വസിക്കാനേ മാർഗമുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.